ദൈവമേ, ഞാനിത് മനസ്സിലാക്കി അന്ന് മുതൽ എനിക്കുണ്ടായ സന്തോഷം. നമ്മുടെ പ്രവൃത്തിയൊന്നുമല്ല നമ്മൾക്ക് രക്ഷ തന്നിരിക്കുന്നത്, ദൈവത്തിന്റെ വാഗ്ദാനവും ആ വാഗ്ദാനത്തിന്റെ അചഞ്ചലതയുമാണ്. ഞാൻ ഈ മാമോദീസയെ കുറിച്ച് പറയുമ്പോൾ, ആ മാമോദീസ ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവർ ഭയഭക്തിയോടെ ഈ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുചേരുവേൻ. ഇങ്ങനെ അടിച്ചു പോവുക. എന്താണ് ഈ ജീവന്റെ അടയാളത്താലുള്ള മുദ്ര? ഈ വാഗ്ദാനത്തിന്റെ മുദ്രയാണ്, ഈ ശബദത്തിന്റെ മുദ്രയാണ്. ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്, കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്ര കുത്തപ്പെട്ട കട്ടപ്പടികളിൽ സംഹാരദൂതൻ പ്രവേശിക്കുകയില്ല. ഒരിക്കലൊരു ഓസ്ട്രിയയിൽ നടന്നൊരു സംഭവം. ഒരു പെണ്ണ് വന്നിട്ട് പോലെ, എൻ്റെ ഭർത്താവ് ബുദ്ധിസ്റ്റായി, അതുകൊണ്ട് എനിക്ക് വിവാഹം മോചിക്കണം. അങ്ങനെ വിവാഹമോചനം നമുക്കില്ല കത്തോലിക്കൽ. പിന്നെ അനോൾമെന്റിനെ സംബന്ധിച്ച്, നിന്റെ ഭർത്താവ് നിന്നെ കല്യാണം കഴിച്ചിരുന്നപ്പോ ബുദ്ധിസ്റ്റ് അല്ലായിരുന്നു, ക്രിസ്ത്യാനി ആയിരുന്നു, നിനക്ക് 3 വലിയ പിള്ളേരുണ്ട്. അന്നത് എന്തെങ്കിലും തെറ്റിദ്ധാരണ അസാധുവാകേണ്ട കാര്യം അതൊന്നുമില്ല. പക്ഷെ എനിക്കൊരു ബുദ്ധിസ്റ്റിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇവള് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അവനോട് സംസാരിക്കട്ടെ എന്ന്. അയാൾ ഒരു ഭയങ്കര ജീനിയസ് മനുഷ്യൻ. അവർ ഈസ് എ ഡോക്ടറേറ്റ് ഇൻ കെമിസ്ട്രി. ഞാൻ അറിയണ ആളാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഷോക്കായി, ഇയാൾ എന്താ ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് ഇവള് പറയാണ്, അയാൾ നാളെ രാവിലെ തായ്ലൻഡിലെ ബുദ്ധിസ്റ്റ് മൊനാസ്ട്രിയിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു, നീ ഏതായാലും എന്നോടൊന്ന് സംസാരിക്കാൻ പറയും. അവൾ പറഞ്ഞു, നോ, he don't want to talk to any Christian because he is Buddhist. I said, anyway, you give this number, I will pray. ഇയാൾ എന്നെ വിളിച്ചു. Are you Mr. Thomas Paul? Yes. I don't want to talk to you. അപ്പൊ ഞാൻ പറഞ്ഞു, you are already talking. അപ്പോൾ ഞാൻ തമാശ പറയാൻ സമയമില്ലല്ലോ, ഞാനുള്ള കാര്യം പറയണ്ടേ. See, I have nothing to do with you guys, you Christians. I left Christianity. I said, but Christ has not left you. He go behind that one lost sheep till you find him. See, Thomas, I am going to Buddhist monastery tomorrow. That's why I wanted to specially talk to you. Okay, you go to Buddhist monastery, but when you are not ശ്വാസത്തിൽ അടിക്കാൻ ഇയാളെ ഞാൻ കട്ട് ചെയ്ത് കളയല്ലോ. You are going to Buddhist monastery, but remember that you are a baptized Christian. There is a stamp sealed on your soul with the blood of Christ, which cannot be removed. It is an irrevocable stamp. Even Christ cannot remove it. That is a bomb-like thing. You are carrying a bomb into Buddhist monastery. ഇത്ര ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറഞ്ഞു, praise the Lord. He said, what? See, on my soul, nobody ever told me this. I said, that's the point. You are a Catholic for so many years and you are a doctor in chemistry, you are such a learned person, but you do not know that there is a stamp stamped on your soul which is irrevocable. Now he has come to sense. Really, I must know more about that. Oh, not I am going Thomas, but I must go. I will come back in 3 months. And that I said, all right. But you remember, this is your situation. You cannot simply walk out. Even if you walk out, Christ cannot walk out. Because the baptism is an irrevocable covenant. Irrevocable stamp. Christ cannot remove it. ഞാനത് പറയാൻ കാരണം ഈ ഒരു ഇത് വെച്ചുകൊണ്ടാണ്. ഈ 2 കാര്യങ്ങളെ മുറുകെ പിടിക്കുന്നവർക്ക് വലിയ പ്രോത്സാഹനമാണ്. മനസ്സിലായല്ലോ? ആ മുദ്ര നമ്മളിൽ കുത്തിയിരിക്കുന്നത് ഇറിവോക്കബിൾ, അതാണ് ഇമ്മ്യൂട്ടബിലിറ്റി ഓഫ് ദിസ്. അപ്പൊ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന മുദ്ര തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ളതല്ല. അതാണ് കവനന്റ്. നമ്മുടെ മാരേജ് കവനന്റ് വേണമെങ്കിൽ മാരേജ് കവനന്റ് തന്നെ we cannot. What is a marriage covenant? A marriage covenant is not a relationship, it is a giving of life. I married my wife means I gave my life to her, she gave her life to me, and both this life become mingled, cannot taken away. The same way, when Jesus stamped on us means he gave his blood to us, mingled with our blood.
mingled with our soul and which cannot be taken away. That is our baptism. ഇത് കഴിഞ്ഞ് ഇയാള് വന്ന ഉടനെ തന്നെ ഇയാള് എയർപോർട്ടിൽ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, I have come back. I want to know. ചിലപ്പോൾ ഇയാൾ അവിടെ ഇരുന്നിട്ട് ഉറക്കെ വരണ്ടായിരുന്നില്ലായിരിക്കും ഇയാൾക്ക് ബുദ്ധിസ്റ്റ് മൊനാസ്ട്രിയിൽ. That's it. അപ്പോ നമ്മളിപ്പോ ആരെങ്കിലും പന്തക്കോസ്തി ആയ അവിടെ പോയി ഇവിടെ പോയി നമ്മൾ ആഹ്ലാദപ്പെടേണ്ട ഒരു കാര്യമില്ല. അവന്റെ ഉള്ളിൽ ഒരാൾ മുസ്ലിം ആയ ഒരു കഥ എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത്, അയാളുടെ I was also astonished. അയാളുടെ സഹോദരൻ കരിസ്മാറ്റിക് ഒക്കെ ആയിരുന്നു, ഭയങ്കര വചന പ്രഘോഷണമൊക്കെ നടത്തുന്ന ഒരാൾ മുസ്ലിം ആയിരുന്നു. എന്നിട്ട് അപ്പോൾ ഒരിക്കൽ മൈ വൈഫ് വാസ് ഗോയിങ് ടു ഹിസ് ഹൗസ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഷുഡ് നോട്ട് ബി ഷോക്ക്ഡ്, എൻ്റെ സഹോദരൻ ഒരു മുസ്ലിമാണ്, അപ്പോൾ അവർ പർദ്ദയൊക്കെ ഇട്ടിട്ടായിരിക്കും അവിടെ വരിക. അതുകൊണ്ട് പക്ഷേ ഞങ്ങളുടെ സഹോദരനല്ലേ, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരെ സ്വീകരിച്ചിരിക്കാം. അപ്പോഴാണ് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ അതിൻ്റെ അപ്സെറ്റാണ്. ഞാൻ പറഞ്ഞു, ദിസ് മേ ബി എ പ്ലാൻ ഓഫ് ഗാഡ്. അപ്പം എനിക്ക് ഒരു മുസ്ലിം മോസ്കിൽ പോയിട്ട് വചനം പ്രഘോഷിക്കാനോ ഒന്നും I cannot be present there. പക്ഷേ now you see your brother, a baptized Christian, a Catholic who has been stamped with the blood of Christ, which cannot go. It is a irrevocable covenant. അതുകൊണ്ട് അവൻ ആ മോസ്കിൽ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ ആത്മാവിൽ നിന്ന് കർത്താവിൻ്റെ കൃപ അവിടെ ഒഴുകുന്നുണ്ടാവുമായിരിക്കും. I believe this. These are some ways God does. എനിവേ, അപ്പൊ ഇയാള് അത് കഴിഞ്ഞിട്ട് 5 ദിവസത്തെ എൻ്റെ ഒരു സെമിനാർ കൂടി. അപ്പോൾ ഇയാൾ എയർപോർട്ടിൽ നിന്ന് എന്നെ വിളിച്ചു, എനിക്കിങ്ങനെ മുദ്രയെ കുറിച്ച് കേൾക്കണം. ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ഒരു സെമിനാർ ഉണ്ട്, യു കം ഫോർ ദാറ്റ്. അയാൾ 5 ദിവസത്തെ സെമിനാർ കൂടി കഴിഞ്ഞിട്ട് പറയണു, ഇത് ഞാൻ ഒരു 50 വർഷം മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ. ഇതാണ് ഇന്നത്തെ പ്രശ്നം, യൂറോപ്പിലും എല്ലായിടത്തുള്ള പ്രശ്നം. ഇവൻ നമ്മുടെ ആളുകൾക്ക് പറഞ്ഞൂടാ. ഞാനത് പല പ്രാവശ്യം പറഞ്ഞ് അതെനിക്ക് ഭയങ്കര വേദനയാണ്. The way we celebrate the baptism is terribly not correct. അതിൻ്റെ ആ എക്സ്റ്റേണലിസത്തില്, അതിൻ്റെ ആ ഇന്റേണൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് യാതൊരു അവയർനെസ്സോ വേണ്ടമാതിരി എൻലൈറ്റനിങ്ങോ വേണ്ടമാതിരി പ്രിപ്പറേഷനോ ഒന്നുമില്ലാതെ വെറും ഒരു ചടങ്ങായിട്ട് 10 മിനിറ്റ് കൊണ്ട് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ 4 മണിക്കൂർ 5 മണിക്കൂർ പാർട്ടിയും ബഹളവും കൂടിയുമായിട്ട് അവസാനം തല്ലും ബഹളമായിട്ട് പോകും. ഇതാ നമുക്ക് റിന്യൂ ചെയ്യേണ്ട വലിയൊരു മേഖല. അങ്ങനെ മാമോദീസ നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്രിന്റ് ഔട്ട് എ റൈറ്റപ്പ് ഫ്രം ദ CCC പാരഗ്രാഫ് 1262 so and so. Just print it out from the computer and read it to somebody. What is baptism? അറ്റ്ലീസ്റ്റ് ഒരു അവയർനെസ് കിട്ടുമല്ലോ വന്ന ആളുകൾക്കെല്ലാം. അവർ ചുമ്മാ കുടിക്കാനും തിന്നാനും മാത്രമായിട്ടാണ് ബാപ്റ്റിസത്തിന് വരുന്നത്. ഇത് നമ്മളുടെ സമൂഹത്തിൽ ഇതിനൊരു ചേഞ്ച് ഉണ്ടാകും. ആരെങ്കിലും അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇത്രയും വിദ്യാസമ്പന്നരായ നമ്മൾ, ഇത്രയും ആത്മീയമായി വളർന്ന് നമ്മൾ ഈ ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാം പോയി. അതുപോലെ അവരെന്ത് വിചാരിക്കും, അവര് കലോടിയന്മാരെന്ത് വിചാരിക്കും എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യം. അവരെ എന്നിട്ട് എന്ത് ചെയ്തു, ഒരു കൂട്ടര് അന്ന് വേറെ കൂടിയൊന്നും നടന്നില്ല, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വേറെ എങ്ങാണ്ട് കൊണ്ടുപോയി. എന്ത് വേണമെങ്കിലും ആയിക്കോളട്ടെ, പക്ഷെ ആ ഫംഗ്ഷന് ഒരു സ്പിരിച്വാലിറ്റി വേണ്ടേ. അപ്പൊ അതുകൊണ്ട് നാട്ടിലുള്ളവർ എന്തെങ്കിലും ചെയ്യും, മനസ്സിലാവണ്ട. പലരും പറയണ, അയ്യോ അത് അപ്പൊ അവരെന്ത് വിചാരിക്കും, അവർക്ക് ജോണി വാക്കറും ക്രിസ്ത്യൻ ബ്രദേഴ്സും വിളമ്പിയില്ലെങ്കിൽ മാമോദീസ ശരിയാവോ? ഓക്കെ, അപ്പോ ഈ ദ കവനന്റ്, അബ്രാഹത്തിന്റെ ആ വിശ്വാസം പാറ, ആ പാറയാകുന്ന വിശ്വാസത്തിന്റെ 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്ന്, ദ ഒറിജിൻ ഓഫ് ദ ഫെയ്ത്ത് ഈസ് എ ഫ്രീ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റിന്റെ കണ്ടന്റിൽ തന്നെ നീതീകരണത്തെ കുറിച്ചുള്ളതായിരുന്നു മെയിൻ പോയിന്റ്. രണ്ടാമത്, വിശ്വാസം വഴിയുള്ള നീതീകരണം. ഇത് ഞാനിത് പറയും, ഇതൊരു പ്രൊട്ടസ്റ്റന്റ് ടീച്ചിങ്ങുമായി ചിലപ്പോൾ തോന്നും ചിലർക്ക്, അവരിങ്ങനെയൊക്കെ പറയുന്നു. പക്ഷേ ഐ ആം ടോക്കിംഗ് ഫ്രം ദ കാത്തലിക് ടെക്സ്റ്റ്. ഇതിനകത്ത് നീതീകരണത്തെ കുറിച്ചുള്ള ടീച്ചിങ് ഉണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ കുറെ കൂടി ക്ലിയർ ആവും. ഓക്കെ,
അപ്പോ അബ്രാഹത്തിനെ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പറഞ്ഞത് നമ്മൾക്ക് ഇന്ന് ലഭിക്കാനിരിക്കുന്ന ഈ ബലിയർപ്പണത്തിന്റെ എല്ലാം മുന്നോടിയായിട്ടുള്ളൊരു ബലിയായിരുന്നു. ആ ബലിയിലൂടെ ദൈവം അബ്രാഹത്തിനോട് ഒരു ശപഥം ചെയ്തു. അത് ഹിന്ദിയിൽ മനോഹരമാണ്. तुम्हारे संतान द्वारा समस्त संसार पर अनुग्रह बरसाता रहूंगा मैं शपथ करता हूं. ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു, നിന്റെ സന്തതിയിലൂടെ ഈ പ്രപഞ്ചം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന്. This is a continuous future tense. Okay. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിശ്വാസത്തിന്റെ ആ ഇറിവോക്കബിലിറ്റി ആണ് മാമോദീസായിലൂടെ, ഈ കവനന്റ് റിലേഷൻഷിപ്പ് ആണ് മാമോദീസായിലൂടെ നമ്മളിലേക്ക് പകർന്നിരിക്കുന്നത്. അപ്പൊ മാമോദീസായിലൂടെ യേശുവിലുള്ള ആ വിശ്വാസത്തിലും യേശുവിന്റെ കൃപാവരവും നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ കൃപാവരത്തിന്റെ കണ്ടന്റിൽ പ്രധാന ഒരു കാര്യം നീതീകരണവും വിശുദ്ധീകരണത്തിന്റെയും കൃപാവരമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ. ഇനി നമ്മൾ പെട്ടെന്ന് ആ നീതീകരണത്തിന്റെ അറിവിന് വേണ്ടി ഒരു പാരബിളിലേക്ക് പോകാം. വളരെ പ്രസിദ്ധമായിട്ടുള്ള പാരബിളാണ് മുടിയനായ പുത്രന്റെ പാരബിൾ. നമുക്കറിയാം. പക്ഷെ ആ പാരബിൾ ലൂക്ക് 15 കുപ്പത്തിലോന്റെ അപ്പൊ ലൂക്ക് 15 ഈ പാരബിൾ തുടങ്ങുന്നതിന് മുൻപ് മറ്റ് 2 പാരബിൾ കൂടി പറയുന്നുണ്ട്. എന്താണത്? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാട് നഷ്ടപ്പെട്ടപ്പോൾ ആ നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ച് 99 നല്ല ആടുകളെയും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മരുഭൂമിയിൽ വിട്ടിട്ട് പോയി. വായിക്കാവത് ഏതാ? നിങ്ങളിൽ ആരാണ്? അതിന് മുൻപുള്ള ഭാഗം ഒന്ന് വായിച്ചോ. ദ ഹോൾ പിക്ചർ വിൽ ബി വെരി ഗുഡ്. കണ്ടോ? ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അപ്പൊ മനസ്സിലാക്കിയോ, 2 ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്. ഒന്ന് ഫരിസേയർ, അവരിങ്ങനെ ഔട്ടർ സർക്കിളിൽ നിന്നുകൊണ്ട് യേശുവിനെ വിമർശിക്കുകയും പിറുപിറുക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നർ സർക്കിളിൽ യേശുവിനെ ചുറ്റും ചെന്ന് തൊടുകയും യേശുവിനെ ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പാപികളും ചുങ്കക്കാരും അവിടെ. ഈ 2 രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ 2 കാര്യമാണ് ഈ ഉമ്മകളിൽ മുഴുവനും നിലനിൽക്കുന്നത്. ഒന്ന് ഈ പാപികളും ചുങ്കക്കാരുടെ അവസ്ഥ, 2 ഫരിസേയരുടെയും അവസ്ഥ. യേശു പാപികളെയും ചുങ്കക്കാരെയും സ്നേഹിക്കുന്നു. എന്നാൽ നിയമപ്രകാരം ഈ പാപികളെ തൊടാൻ പാടില്ല, അവരോടൊത്ത് വെള്ളം കുടിക്കാൻ പാടില്ല, അവരുടെ വീട്ടിൽ പോകാൻ പാടില്ല, അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇതാണ് നിയമം. അപ്പൊ ഈ പിറുപിറുക്കുന്നത് കേട്ടപ്പോൾ ഈശോ പറയാണ്, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ? അപ്പൊ ഏതെങ്കിലും ഒരു ഫരിസേയൻ വിചാരിച്ചോ, ആരാണ് നിങ്ങൾ? അവരെ എയിം ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. നിങ്ങളിൽ ആരാണ് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടി പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചു കൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവിൻ, എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. അപ്പൊ ഈ പാപികളെല്ലാവരും ഈ നഷ്ടപ്പെട്ട ആടിന് തുല്യം. എന്നാൽ ദൈവം അല്ലെങ്കിൽ ആ ഇടയൻ അല്ലെങ്കിൽ ആ ആടിന്റെ ഉടമ അവനെ കണ്ടുകിട്ടുവോളം, ആ ആടിനെ കണ്ടുകിട്ടുവോളം അതിനെ അന്വേഷിക്കും. ഇതാണ് ദൈവത്തിന്റെ നീതി.
ഇനി തുടർന്ന് മറ്റൊരു ഉപമ. നിങ്ങളിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് 10 നാണയങ്ങൾ ഉണ്ടായിരുന്നു, ഉണ്ടോ? ആ നാണയത്തിൽ ഒന്ന് കാണാതെ പോയി. അവിടെ 100 ആടിലൊന്ന്, ഇവിടെ 10 നാണയത്തിലൊന്ന്. പക്ഷെ എന്താ അതിന്റെ വ്യത്യാസം? ഈ നാണയം കാണാതെ പോയിരിക്കുന്നത് വീടിന്റെ അകത്ത് തന്നെയാണ്. അത് കണ്ടുകിട്ടുവോളം അവൾ അന്വേഷിച്ച് അത് കിട്ടിക്കഴിയുമ്പോൾ അവൾ സന്തോഷിക്കുന്നു, ഇല്ലേ? അപ്പൊ ഇത് യഹൂദർ തന്നെയാണ്. ഫരിസയരും യഹൂദരും അവർ ദൈവജനമാണ്, അവർ ദൈവഭവനത്തിലെ ആളുകളാണ്. പക്ഷേ അവരവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ചുങ്കക്കാരും പാപികളും ദൈവജനമല്ല, അവർ പുറത്തുള്ളവരാണ്. അവർ പുറത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവർ അകത്താണെങ്കിലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഇതിന്റെ കുറെ കൂടി എക്സ്പ്ലനേറ്ററി ആയിട്ടാണ് ഈ 2 സഹോദരങ്ങൾ. ഒരാൾക്ക് 2 സഹോദരന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയവൻ ഇതാ അവന്റെ സ്വത്ത് വാങ്ങിയിട്ട് അവൻ ദൂരദേശത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവൻ അതെല്ലാം വിറ്റ്, അതെല്ലാം ആഘോഷിച്ച്, അവൻ പാപകരമായ ജീവിതം നയിച്ച് വേശ്യകളോടും ചൂതാട്ടക്കാരോടും കൂടെ സ്വത്തെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞ് അവസാനം ഒരു പന്നിക്കുഴിയിൽ ചെന്ന് വീണു. ആ പന്നിക്കുഴിയിൽ പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും കിട്ടാതായപ്പോൾ 17-ാമത്തെ വചനം, അപ്പോൾ അവന് സുബോധമുണ്ടായി. അപ്പോൾ അവന് സുബോധമുണ്ടായി. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഈ മകൻ പോയി കഴിഞ്ഞിട്ട് അപ്പനവിടെ വെറുതെ ഇരിക്കുകയല്ല, അപ്പന്റെ ഹൃദയം വേദനിക്കുകയാണ് ഇവൻ പോയതോർത്തുകൊണ്ട്. ആ വേദന ഒരുപക്ഷെ ഇവന്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന പോലെ ടച്ച് ചെയ്തിട്ടുണ്ടാവും. അവന് സുബോധമുണ്ടായി. അവൻ പറയുകയാണ്, ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകും. അവിടെ സെർവൻസ്, അവിടുത്തെ വേലക്കാർക്ക് കിട്ടുന്ന ഭക്ഷണമെങ്കിലും കിട്ടിയാൽ മതിയല്ലോ എനിക്ക്, കേട്ടോ. ഇത് വേറൊരു പോയിന്റാണ്. ഇത് ഞാൻ മറന്നുപോവാണ്. ഇത് കഴിയുമ്പോൾ എന്നെ ഓർപ്പിക്കണം. എന്താണ് അതിന്റെ? വേലക്കാർക്ക് കിട്ടുന്നതെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ അവൻ തിരിച്ചു വന്നു. അപ്പൊ അപ്പനെ അവനെ എല്ലാ ദിവസവും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മകനെ കാണുന്നില്ലല്ലോ, എന്റെ മകൻ എന്ന് വരും. അവർ വാസ്തവത്തിൽ അമ്മയുണ്ടായിരുന്നിരിക്കണം, പെങ്ങളുണ്ടായിരുന്നിരിക്കണം. അവര് വീട്ടില് ഊണ് ഉറക്കൊന്നുമില്ല. ഇത് എന്റെ അനിമേഷന്റെ സ്റ്റോറിയാ, ഇല്ലേ? മകൻ ഇങ്ങനെ വീട് വിട്ടു പോയാൽ അമ്മയ്ക്ക് വീട്ടിൽ ഇരുന്ന് ഭക്ഷിക്കാനും പറ്റുമോ? അപ്പൊ അങ്ങനെ അവർ വളരെയധികം വിഷമിച്ചിരിക്കുന്നു. ഓരോ ദിവസവും അപ്പൻ പോയി നോക്കും, അവൻ വന്നില്ലല്ലോ, അവൻ വരും, അവൻ എങ്ങനെയായാലും വരും. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ അവൻ തിരിച്ചു വന്നിരിക്കുന്നു. വിളറി ചടച്ച് എല്ലും കോലവുമായി സകലതും പൊട്ട് അവൻ വന്നിരിക്കുകയാണ്. അവൻ വന്നിട്ട് പറയാണ്, പിതാവേ, ഞാൻ അങ്ങയുടെ മകൻ എന്ന് പറയാൻ പോലും ഞാൻ യോഗ്യനല്ല, എന്നെ ഒരു വേലക്കാരനായിട്ടെങ്കിലും കരുതിയാൽ മതി എന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, എന്റെ മകനെ, നീ എന്റെ മകനല്ലേ, നിന്നെ ഞാനെങ്ങനെ വേലക്കാരനാക്കാൻ പറ്റും? അവന് ഇതാ പുതിയ വെള്ള വസ്ത്രം, അതാണ് നീതിയുടെ കവചം, നീതിയുടെ ഉടുപ്പണിയിക്കുന്നു. അവനെ